നമസ്കാരം. പോയ കാലത്തിന്റെ ഓർമ്മകളും പുത്തൻ പ്രതീക്ഷകളുമായി സമ്പന്നമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു പുതുവത്സര ആശംസകൾ. 2024 കഴിഞ്ഞ് നമ്മൾ 2025 കയറാൻ പോവാണ്. എല്ലാവർക്കും പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ വർഷം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ഇയറിലേക്ക് നമുക്ക് കയറാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു പുതുവർഷ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ശരത് സാർ, ഷാനിക ആൻഡ് ഹരിചേട്ടൻ. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി. അതെന്തൊരു പ്രത്യേക ഇഷ്ടപ്പെടുത്തി. അത് അണ്ണാച്ചിയാണ്. സ്നേഹപ്രകടനം, സ്നേഹത്തിന്റെ ഉറവിടം. കുറച്ച് മേല കഴുത്ത്. ശരത് സാർ, എല്ലാരും ബ്ലാക്ക് ഇട്ടു. ശരത് സാറിന് ബ്ലാക്ക് ഇടായിരുന്നു. ഒരു മിനിറ്റ്. ബ്ലാക്ക് ഷർട്ട് ഇല്ല, കൊണ്ടുവന്നിട്ട് ഇത് ഊരിയാൻ കളയാന്നല്ലേ. ഉള്ളിൽ ബ്ലാക്ക്. മനസ്സ് വളരെ ബ്ലാക്ക് ആണ്. പാറു, അല്ല, ശരത് സാറിന്റെ ശബ്ദത്തിന് എന്താ പറ്റിയ? കുറച്ച് ബേസ് കൂടി. ഇന്നലെ എന്റെ ശബ്ദം അടഞ്ഞു. രാത്രി കിടന്നപ്പോ ശബ്ദമില്ല. ഇപ്പൊ രാവിലെ എണീച്ചപ്പോ ദാസേന്റെ ശബ്ദം. ഡിസംബർ 31 ആണ്. Oh my God. 2024 കഴിയുന്നു. നമ്മൾ 2025 ഇപ്പോഴല്ല, കുറച്ചുകൂടെ. അയ്യോ, ശരത് സാർ ചാടിയില്ല. അല്ല, നമ്മളൊണ്ടിരിക്കുക നമ്മുടെ ഒരു എനിക്ക് വേലി ചാടി ശീലമില്ല. അല്ല, എന്തായാലും ഷാനെ, എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. മനസ്സിൽ നന്മ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു 2024? ഓക്കെ, നമ്മള് ഒരു വർഷം കഴിയുമ്പോഴാണ് അയ്യോ ഒറ്റ വർഷം ബെറ്റർ ആയിരുന്നല്ലോ ദൈവമേ. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്മകൾ നിറയട്ടെ ലോകത്ത്. കാര്യം ഒരു സ്ഥലത്തും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല, ഒന്നുമില്ല. എല്ലാം ഒരു പ്ലാസ്റ്റിക് ലെവലിൽ, കോൺക്രീറ്റ് ലെവലിലാണ് ബന്ധങ്ങളൊക്കെ. അതൊരു ബോറ് പരിപാടിയാണ്. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, ആർക്കും പ്രോബ്ലം ഇല്ലാത്ത സ്നേഹങ്ങൾ ഉണ്ടാകട്ടെ ലോകത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ മക്കളെ. ഷാനിക, എങ്ങനെയുണ്ടായി 2024? എനിക്ക് 2024 ഭയങ്കര എന്താ പറയുക, ഒരു ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് കോൺസേർട്ട് നടന്നത് 2024 എൻ്റെ ഫസ്റ്റ് ലൈവ് 2025 ജാൻ 25 എൻ്റെ കൊച്ചി കോൺസേർട്ട്. നമ്മളെല്ലാരും കാത്തിരുന്ന കൊച്ചിയിലെ ഷാനിക്കയുടെ കോൺസേർട്ട് വരാൻ പോവാണ്. നമ്മൾ പൊളിക്കും. ഹരിചേട്ടാ, നല്ലൊരു വർഷമായിരുന്നു 2024. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായതായിരുന്നു. പുതിയ കുറേ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ എന്താ പറയുക, താമസം ചെന്നൈയിലേക്ക് മാറി. അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഓഡിഷനിൽ ഷോയിൽ ജഡ്ജായി, ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ ജഡ്ജായി. എനിക്കൊന്ന് 2024 ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതെ, അതൊരു വലിയൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു പാനൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അതൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ 2024 ഒരുപാട് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു വർഷമായിരുന്നു. ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആവട്ടെ അടുത്ത വർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ ആഗ്രഹിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. 2025 അടിപൊളിയാവട്ടെ എല്ലാവർക്കും. അല്ല ഹരി, നീ കുറെ ഉഗ്രം പാട്ടുകൾ പാടാൻ പറ്റരുത് നിനക്കൊന്ന്. ആത്മാർത്ഥമായ നല്ലൊരു പാട്ടുകാരനാണ്. ഇവരെത്രയും പാടിയാ പോരാ എന്ന് എനിക്ക് മനസ്സിലുണ്ട്. അപ്പൊ അത് നടക്കട്ടെ. 2025 തകർക്കും. അല്ലെ, എനിക്കൊരുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പാറു, 2025 തുടക്കത്തിൽ തന്നെ ജനുവരി മാസം തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഫിലിം, TK രാജകുമാർ സാറിന്റെ ഫിലിം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനാണ്. അപ്പൊ അത് നല്ല കാര്യമാണ്. അപ്പൊ ഒരു മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഫിലിമാണ്. അപ്പൊ ലാലേട്ടന് വേണ്ടി പാടാൻ വേണമെങ്കിൽ ഞാൻ സിനിമയ്ക്ക് ശേഷമാണോ നിങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടിട്ട്? അതെ, തച്ചോളി വർഗീസ് കഴിഞ്ഞിട്ട്. രണ്ട് പടവും വേറെ ലെവൽ.
അപ്പൊ 3 പേർക്കും ഒരുപാട് അല്ല സോങ്. നിന്റെ പറ ആ, 2024 അതല്ലേ? എനിക്ക് 2024 നല്ല വർഷമായിരുന്നു. സൂപ്പർ സ്റ്റാർ ഈ വർഷമാണ്. നിങ്ങളെല്ലാരും എനിക്ക് കിട്ടിയത് ഈ വർഷമാണ്. അതിന്റെ ഒപ്പം ഏറ്റവും വലിയ സന്തോഷം എന്നാ ശരത് സാറിനെയൊക്കെ നമ്മൾ ഈ ടി വിയിൽ മാത്രമേ കണ്ടുള്ളൂ. സാറിന്റെ ഒക്കെ കൂടെ നിന്ന് ഇപ്പൊ ഈ ക്രിസ്മസിന്റെ ടൈമിൽ പോലും ശരത് സാർ കമ്പോസ് ചെയ്ത ആ പാട്ട് സാറിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ച് എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഈ എല്ലാ ഭാഗ്യങ്ങളും എനിക്കും 2024 ഉണ്ടായത്. അപ്പൊ ഞാനും ഹാപ്പിയാണ്. പാറുവിന് എല്ലാ ഐശ്വര്യം ഉണ്ടായിട്ട് പാറു Thank ചെയ്യുന്ന you. ഫിലിമും Thank ഇനി you, ഇനി sir. ഇഷ്ടം Thank പോലെ you. ഫിലിമൊക്കെ ചെയ്യുക, തകർക്ക. താങ്ക് യു. യെസ്. അതുകൊണ്ട് സിനിമയും 24 തുടങ്ങി. ആ, ഓ 2025 ഇതേ ഇവരൊന്നിച്ച പാട്ട് അതെ, ഉണ്ടാവും, നമ്മള് ഞങ്ങൾ ഒന്നിച്ച പാട്ടുണ്ടാവും. പാട്ടുണ്ടാവും. വിനീതിന്റെ പടത്തിൽ അവൻ പാടിയിട്ടുണ്ട്. ആ സൂപ്പർ. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത വർഷം അറിയാം അതിന്റെ യെസ് യെസ് വിശേഷങ്ങളൊക്കെ. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. yes. ഹാപ്പി ആയിട്ട് 3 പേരും സീറ്റിൽ പോയിട്ട്. Thank you. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. Yes. ആഘോഷങ്ങളുടെ രാത്രിയാണ്, നമ്മളെല്ലാരും അടിച്ചു പൊളിച്ചോണ്ടേ ഇരിക്കും. പൊളിക്കും നമ്മൾ. ആദ്യം സെലിബ്രേഷൻ റൗണ്ടിലേക്ക് പോവാം. ആ ഇന്ന് സെലിബ്രേഷൻ ആണ്. മാത്രം മതി അല്ലേ? ഓ. വിളിക്കട്ടെ നമ്മുടെ വൈഗ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈഗ. मैं वसियात नारक मैया एको यार पुकार की ए सोनियात नारक मैया महिमान ज्ञान पुकार സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ കനത്ത നോവിൽ ക്ഷണിച്ചൊരിടം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അകങ്ങളിൽ തലങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ Come on, let's get in the school.
മതി ആനന്ദമാമനാദിയാം നിറത്തിലൂടെ അലഞ്ഞു ഞാൻ ഒന്നാകാൻ എന്നിലെ എല്ലാം നിന്നിൽ തേടി ഞാൻ വിജയബഹേ ഹസബഴു ഫിദസ്തലർ തസ്തപോലെ സോൾ ഇൻകം ത്രീന ഹോസസി come on let's get in this too സൂപ്പർ അടിപൊളിയായിരുന്നു ഓർക്കസ്ട്ര ഒരു രക്ഷയില്ല ഓ അടിപൊളി പാച്ചും എല്ലാവരും കേട്ടോ പാച്ചും ഗോപാലനും കൂടെ കലക്കി ലീഡൊക്കെ ചേട്ടാ കലക്കി പാച്ചേട്ടാ സൂപ്പർ അർമാദന മേളയായിരുന്നു. അതെ അതെ വൈകി ഡാൻസ് ചെയ്തു ഡാൻസേഴ്സും എല്ലാം കൂടെ ഫുൾ ഭയങ്കര കളർഫുൾ ചോദിക്കാം ശരത് വൈക എന്തോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ പെർഫോമൻസ് റൗണ്ട് കണ്ടതിൽ ഞാൻ കണ്ട് ഞെട്ടിപ്പോയൊരു പെർഫോമൻസ് ആണിത്. താങ്ക് യു സർ. കാര്യം മോള് ഡാൻസ് നിന്റെ ബോഡിയിലുണ്ടത്, നീ അത് പ്രാക്ടീസ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതങ്ങ് വരികയാണ്. അതുപോലെ പാട്ടൊന്നും കയ്യിൽ നിന്ന് പോയിട്ടുമില്ല, അസാധ്യമാണ്. താങ്ക് യു സർ. വണ്ടർഫുൾ. ശരത്തേട്ടൻ എന്നോട് പറഞ്ഞു നല്ലൊരു പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട്. അല്ല ഞാൻ സത്യം ഞാൻ ഷാനെ വിളിച്ചു പറഞ്ഞു, അത് നമ്മളിപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ഒരുപോലെയാണ്. പിന്നെ നിങ്ങൾ വല്ലതൊക്കെ തെറ്റുകൾ വരുമ്പോഴാണ് നമ്മളിരുന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് തമാശ രൂപത്തിലൊക്കെ പറയുന്നത്. അപ്പം മക്കളെ തകർത്തടാ, വേറൊന്നുമില്ല, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ നിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് കാര്യം അതിമനോഹരം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. വൈക എന്തോ സംഭവമായിരുന്നു. താങ്ക് യു സർ. ജീവൊക്കെ പറയുന്ന വിഷയം അറിയോ, സായി ചേച്ചി വന്ന് തകർത്തു പോയത് നമ്മുടെ അല്ല ഫ്ലോറിൽ. ഇതിന്റെ പിന്നെ ഈ ഒരു പാട്ടില് സായനെ മറികടക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, വലിയ പാടാണ്. മോൾ ആക്ച്വലി അവിടം വരെ എത്തി എന്നുള്ളതാണ്. സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ, കനത്ത നോവിൽ ക്ഷയിച്ചൊരിടം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ, അകങ്ങളിൽ തലങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങി ഞാൻ, എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ. മോളെ ഗൂസ് ബംസ് ആയിരുന്നു. താങ്ക് യു സർ. ഒന്നാമത് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള കോർഡിനേഷൻ ഭയങ്കരമായിരുന്നു. ഡാൻസേഴ്സും പിന്നെ വൈകിയും തമ്മിൽ ഉഗ്രൻ. യു വേറെ ഡാൻസർ, അത് അടിപൊളിയായിരുന്നു വൈക. എവിടെയും കയ്യിൽ നിന്ന് പോയിട്ടുമില്ല. ശരത്തോട്ട് പറഞ്ഞാൽ ആ ബോഡിയിൽ ഉണ്ടായിരുന്നു, ആ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു.
ദിസ് ഇസ് മൈ സ്റ്റേജ്, ഇത് എൻ്റെ പാട്ടാണ്, ഐ വിൽ ഓൺ ദിസ് എന്ന് പറയുന്നൊരു സംഭവം ഒരു ഭയങ്കര വൈബായിരുന്നു വൈക. അടിപൊളി കേട്ടോ, വേറെ ഒന്നും പറയാനൊന്നുമില്ല, അടിപൊളി, കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. അതെന്താണ് ചോയ്സ്, ബെസ്റ്റ് ചോയ്സ്. അതെ, ഡിസംബർ 31 ബെസ്റ്റ് ചോയ്സ്. സെലിബ്രേഷൻ റൗണ്ടിൽ അതെ. എന്താണോ വൈകയ്ക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം ഈ റൗണ്ടിൽ, അതിന് പറ്റിയൊരു പാട്ടായിട്ടാണ് വന്നത്. ആൻഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സോങ്, എളുപ്പമല്ല ഇത് പാടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം അറിഞ്ഞ് അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. ആൻഡ് ആ ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. നല്ല രീതിയിൽ പഠിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു നല്ല ധാരണയിലാണ് വൈഗ പെർഫോം ചെയ്തത്. സൂപ്പർ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. വെൽ ഡൺ, വെൽ ഡൺ. താങ്ക് യു. ചോദിക്കാം. അപ്പൊ പാറു, ആ പാറുവിന് വേണ്ടി, ആ. നമ്മുടെ ചങ്കായ പാറുവിന് വേണ്ടി, ആ. എടേ നിങ്ങൾ അത് ഈ പടത്തിലുള്ളതാണോ നിങ്ങൾ വായിച്ചത്? അല്ലല്ല, അല്ല, പടത്തിലില്ല. അതാ തോന്നി. മനോധർമ്മ. അൽഫോൺസേ, നിന്നെ ഇനി കാണട്ടെ ഞാൻ കേട്ടാ. അതൊന്ന് എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം. അതെ. അതെ, ആ ലീനു തുടങ്ങി ഡർബൂക ശിവ വരെ. Wow. Ow. Come on. Oba. ഓ സ്ട്രിങ്സ്, സ്ട്രിങ്സ്. Wonderful, wonderful. ഓ, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പാറു, ഇതിന് മാർക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കാം. മോളെ 10 മാർക്കടാ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. സന്തോഷം, സന്തോഷം. സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുത്തതല്ലേ, ഉറപ്പായി. ശരത് സാറിന്റെ സ്റ്റാൻഡിംഗ് ഓവേഷൻ കിട്ടിയ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ ഇത്? അതെ. ഓക്കെ ഹരിച്ചേട്ടാ, ഒരു ബെറ്റർ പെർഫോമൻസിനായി ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ്. 10 മാർക്ക്. താങ്ക് യു. താങ്ക് യു. അല്ല, ഇത് ശരിക്കും നമ്മൾ ഹൈഡ് ചെയ്യേണ്ട മാർക്കായിരുന്നില്ലേ? കുഴപ്പമില്ല, അത്രയും നല്ല അത്രയും സന്തോഷം. ഒരു മനുഷ്യൻ പറയുമ്പോൾ അതിനിടയിൽ കയറി ഓരോന്ന് പറഞ്ഞ് അത് കൊളാക്കരുത്. ഒരു മനുഷ്യന്റെ ഫീലിംഗ്സ് ഹേർട്ട് ചെയ്യരുത്. ഫീലിംഗ്സ് ഹേർട്ട് ചെയ്യരുത്. നിന്നെ പറ്റി ഇത്രയും പൊക്കി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് നോവിക്കരുത് നീ. എല്ലാം വായിച്ചാളാ. ഷാനിക്ക, അങ്ങനെ ഡിസംബർ 31 മൊത്തത്തിൽ കളറായിട്ടുണ്ട്. കളർഫുൾ ആയി, ഒരു തെലുങ്ക് പടം കണ്ട പോലെ. പറയുന്നെങ്കിലും ഗോൾഡൻ മൈക്കില് എന്ത് പറയാനാ, സെക്കൻഡ് ഗോൾഡൻ മൈക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രീമാണ്. കാരണം ആദ്യം A golden girl with a golden mic. Congratulations. Super. All the best. Bye. Niva Magas